ഇന്നേ ദിവസം കുറച്ച് സ്പെഷ്യലാണ്. ഇന്നേ ദിവസം ചില സിനിമകളുടെയൊക്കെ തുടക്കമാകുന്നു എന്ന് തന്നെ പറയാം. ഇന്ന് രാവിലെ നമ്മൾ കണ്ടതും അങ്ങനെ ചില കാര്യങ്ങളായിരുന്നു. അതിനിടയ്ക്കാണ് ഒരു സർപ്രൈസ് പ്രേക്ഷകർക്ക് ലഭിക്കുന്നതും മോഹൻലാൽ ആരാധകർക്ക്. മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്ന സിനിമയ്ക്ക് ശേഷം അഭിനവ് സുന്ദർ നായക് ഒരുക്കുന്ന അടുത്ത സിനിമയാണ് ബോളിവുഡ് ടൈംസ്. നെസ്ലനാണ് സിനിമയിൽ നായകനായി എത്തുന്നത്. ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ചിത്രത്തിന്റെ പൂജ ഇന്ന് നടന്നിരിക്കുകയാണ്. നടൻ ഫഹദ് ഫാസിലാണ് സിനിമയ്ക്ക് ഫസ്റ്റ് ക്ലാപ്പ് അടിച്ചത്. നടൻ നെസ്ലൻ, സംവിധായകൻ അഭിനവ് സുന്ദർ നായക്, നിർമ്മാതാവ് ആഷിഖ് ഉസ്മാൻ, തരുൺ മൂർത്തി, ഫഹദ് ഫാസിൽ എന്നിവർ പൂജാ ചടങ്ങിൽ പങ്കെടുത്തു. ഓഗസ്റ്റ് 1 മുതലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുന്നത്. സിനിമയുടെ കഥ പറയുന്ന ചിത്രമാണ് ബോളിവുഡ് ടൈംസ് എന്നാണ് സൂചന. തുടരും, രണം, കിങ് ഓഫ് കൊത്ത തുടങ്ങിയ നിരവധി മലയാള സിനിമകൾക്ക് സംഗീതമൊരുക്കിയ ജേക്സ് ബിജോയാണ് ഈ നെസ്ലൻ സിനിമയ്ക്കും സംഗീതമൊരുക്കുന്നത്. ജേക്സിനൊപ്പമുള്ള ചിത്രം സംവിധായകൻ അഭിനവ് സുന്ദർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ് ആണ് ബോളിവുഡ് ടൈംസ് നിർമ്മിക്കുന്നത്. രാമു സുനിലാണ് സിനിമയ്ക്കായി തിരക്കഥ ഒരുക്കുന്നത്. വിനീത് ശ്രീനിവാസന്റെ സംവിധാന സഹായായിരുന്ന അഭിനവ് ആനന്ദം, ഗോദ, ഉറിയടി, കുരങ്ങ് ബൊമ്മൈ തുടങ്ങിയ നിരവധി സിനിമകളുടെ എഡിറ്ററായും അഭിനവ് പ്രവർത്തിച്ചിട്ടുണ്ട്. വിനീത് ശ്രീനിവാസനെ നായകനാക്കി അഭിനവ് ഒരുക്കിയ ഉണ്ണി മുകുന്ദൻ അസോസിയേറ്റ് വലിയ ചർച്ചാ വിഷയമായ ചിത്രമാണ്. ചിത്രത്തിന്റെ കഥയ്ക്കും തിരക്കഥയ്ക്കും വിനീതിന്റെ പ്രകടനത്തിനും ഒരുപാട് കയ്യടി ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് മറ്റൊരു ചിത്രവുമായി എത്തുന്നത്. ഇതേ ചിത്രത്തിന്റെ സെറ്റിലായിരുന്നു മോഹൻലാൽ ആരാധകർക്ക് ഒരു കൗതുകം ജനിപ്പിക്കുന്ന കാര്യം കൂടി ലഭിച്ചതും. ആഷിഖ് ഉസ്മാന്റെ പ്രൊഡക്ഷനിലാണ് മോഹൻലാലിന്റെ അടുത്ത ചിത്രം വരാൻ പോകുന്നത്, L365. ഇതേ പൂജാവേളയിൽ തന്നെ L365 എന്ന ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തും ഉണ്ടായിരുന്നു. അതുകൂടാതെ തുടരുമെന്ന ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ തരുൺ മൂർത്തിയും. കാരണം തരുൺ മൂർത്തിയുടെ അടുത്ത ചിത്രവും ആഷിഖ് ഉസ്മാന്റെ പ്രൊഡക്ഷനിലാണ്. എല്ലാം കൊണ്ടും മോഹൻലാൽ ആരാധകർക്ക് കൗതുകവും ആകാംക്ഷയും നിറയ്ക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതേ പൂജാവേളയിൽ നടന്നത്. അപ്പോഴാണ് L365 എന്ന ചിത്രം സംവിധാനം ചെയ്യുന്ന ഓസ്റ്റിൻ ഡാനോട് ഒരു ചോദ്യം വരുന്നത്. L365 എന്ന ചിത്രം ഏത് ജോണറാണ് എന്നത്. ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണറിൽ വരുന്ന ചിത്രം തന്നെയാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഈ ചിത്രത്തിന്റെ ഓരോ ആൾക്കാരും വ്യത്യസ്ത രീതിയിൽ ഈ ചിത്രത്തെ പറഞ്ഞിരിക്കുന്നത്. അതാണ് പ്രേക്ഷകർക്ക് കൗതുകം ജനിപ്പിക്കുന്നത്. തിരക്കഥാകൃത്ത് ഇമോഷണൽ ഡ്രാമ രീതിയിലുള്ള ചിത്രം എന്ന് വിശേഷിപ്പിച്ചപ്പോൾ നിർമ്മാതാവ് ഒരു കംപ്ലീറ്റ് മോഹൻലാൽ ചിത്രമാണെന്ന് പറയുമ്പോൾ സംവിധായകനായ ഓസ്റ്റിൻ ഡാൻ തോമസ് പറയുന്നു ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെന്ന്. കൂടാതെ സിനിമ കത്തിക്കണം എന്ന് പറയുമ്പോൾ കത്തിക്കണ്ടേ എന്ന് ചോദിക്കുന്ന സംവിധായകന്റെ വാക്കുകൾ കൂടി ഈ അവസരത്തിൽ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ ചില കൗതുകം നിറയ്ക്കുന്ന കാര്യങ്ങളാണ് മോഹൻലാൽ ആരാധകർക്ക് ഈ ഒരു പൂജാവേളയിൽ നിന്നും ലഭിച്ചിരിക്കുന്നതും. അതിനൊപ്പം തന്നെ ഫഹദ് ഫാസിൽ, ഓസ്റ്റിനും തിരക്കഥാകൃത്ത് യതീഷ് രവിക്കുമൊക്കെ ആശംസകളും നേരുന്നുണ്ട് L365 എന്ന ചിത്രത്തിനായി. എന്തായാലും ഇന്നേ ദിവസം മോഹൻലാൽ ആരാധകർ ഇതൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഈ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന അവസരമായി മാറി ഇന്നേ ദിവസം ഇതും. ജോണർ എന്താണ്? ത്രില്ലറാണ്, ഇൻവെസ്റ്റിഗേഷൻ പരിപാടി. ഓക്കെ, കത്തിക്കോ? കത്തിക്കണം.